സൂപ്പർമാസീവ് തമോദ്വാരങ്ങളുടെ ചുറ്റുമുള്ള പദാർത്ഥത്തിന്റെ ഘടനയ്ക്ക് കോസ്മിക് സമയത്തിനനുസരിച്ച് മാറ്റം വന്നിരിക്കുന്നു എന്ന് തെളിയിക്കുന്ന ഗവേഷണം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നു. ഒരു കൂട്ടം അന്താരാഷ്ട്ര ജ്യോതിശാസ്ത്രജ്ഞർ കണ്ടെത്തിയ ഈ നിർണായക തെളിവുകൾ ഏതാണ്ട് 5 പതിറ്റാണ്ടായി നിലനിൽക്കുന്ന ഒരു അടിസ്ഥാന നിയമത്തെ ചോദ്യം ചെയ്യാൻ സാധ്യതയുണ്ട്. സൂപ്പർമാസീവ് തമോദ്വാരങ്ങൾക്ക് ചുറ്റുമുള്ള പദാർത്ഥത്തിന്റെ ഘടന കോസ്മിക് സമയത്തിനനുസരിച്ച് മാറിയിരിക്കുന്നു എന്നതാണ് ഈ പുതിയ കണ്ടെത്തൽ. നാഷണൽ ഒബ്സർവേറ്ററി ഓഫ് ഏതൻസ് നേതൃത്വം നൽകിയ ഈ ഗവേഷണം ഏതാണ്ട് 5 പതിറ്റാണ്ടായി നിലനിൽക്കുന്ന ഒരു അടിസ്ഥാന നിയമത്തെ വെല്ലുവിളിക്കുന്നു. ക്വാസാറുകൾ എങ്ങനെയാണ് തീവ്രമായ പ്രകാശം ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. 1960കളിൽ ആദ്യമായി തിരിച്ചറിഞ്ഞ ക്വാസാറുകൾ പ്രപഞ്ചത്തിലെ ഏറ്റവും തിളക്കമുള്ള വസ്തുക്കളിൽ ഒന്നാണ്. സൂപ്പർമാസീവ് തമോദ്വാരങ്ങളാണ് ക്വാസാറുകൾക്ക് ഊർജ്ജം നൽകുന്നത്. ശക്തമായ ഗുരുത്വാകർഷണത്താൽ ആകർഷിക്കപ്പെടുന്ന പദാർത്ഥം ഉള്ളിലേക്ക് ചുഴറ്റി വീഴുന്നതിലൂടെയാണിത് സംഭവിക്കുന്നത്. തമോദ്വാരത്തിനടുത്തുള്ള കൊറോണ എന്ന ഘടനയിലെ ഉയർന്ന ഊർജ്ജമുള്ള കണങ്ങളിലൂടെ അൾട്രാവയലറ്റ് രശ്മികൾ കടന്നുപോകുമ്പോഴാണ് എക്സ്റേ പ്രകാശം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ഈ അൾട്രാവയലറ്റ് പ്രകാശമാണ് കൊറോണയിലെ കണങ്ങളുമായി പ്രതിപ്രവർത്തിച്ച് ഊർജ്ജം വർദ്ധിപ്പിച്ച് എക്സ്റേ പ്രകാശമായി മാറുന്നത്. ഈ തീവ്രമായ എക്സ്റേ പ്രകാശം നമ്മുടെ ഡിറ്റക്ടറുകൾക്ക് എളുപ്പത്തിൽ കണ്ടെത്താൻ സാധിക്കും. എക്സ്റേ അൾട്രാവയലറ്റ് എമിഷനുകൾ തമ്മിൽ ശക്തമായ ബന്ധമുണ്ട്. അൾട്രാവയലറ്റ് പ്രകാശം കൂടുമ്പോൾ എക്സ്റേ തീവ്രതയും കൂടും. ഏകദേശം 50 വർഷം മുമ്പ് കണ്ടെത്തിയ ഈ ബന്ധം തമോദ്വാരങ്ങൾക്ക് ചുറ്റുമുള്ള പദാർത്ഥത്തിന്റെ ജ്യാമിതിയെയും അവസ്ഥകളെയും കുറിച്ച് നമുക്ക് അടിസ്ഥാനപരമായ ഉൾക്കാഴ്ച നൽകുന്നു. എന്നാൽ ഈ പുതിയ ഗവേഷണം ഈ ബന്ധത്തിന്റെ സാർവത്രികതയെ ചോദ്യം ചെയ്യുന്നു. അതായത്, തമോദ്വാരങ്ങൾക്ക് ചുറ്റുമുള്ള പദാർത്ഥത്തിന്റെ ഘടന എല്ലായിടത്തും സമാനമല്ലായിരിക്കാം. പ്രപഞ്ചം ചെറുപ്പമായിരുന്നപ്പോൾ, അതായത് ഇന്നത്തെ പ്രായത്തിന്റെ ഏകദേശം പകുതിയുള്ളപ്പോൾ, ക്വാസാറുകളിലെ എക്സ്റേ, അൾട്രാവയലറ്റ് പ്രകാശങ്ങൾ തമ്മിലുള്ള ബന്ധം ഇന്ന് കാണുന്നതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരുന്നുവെന്ന് ഈ പഠനം തെളിയിക്കുന്നു. ഇത് സൂചിപ്പിക്കുന്നത് സൂപ്പർമാസീവ് തമോദ്വാരങ്ങൾക്ക് ചുറ്റുമുള്ള അക്രേഷൻ ഡിസ്കിനെയും കൊറോണയെയും ബന്ധിപ്പിക്കുന്ന ഭൗതിക പ്രക്രിയകൾക്ക് കഴിഞ്ഞ 6.5 ബില്യൺ വർഷങ്ങളിൽ മാറ്റം വന്നിരിക്കാം. ഈ കണ്ടെത്തൽ തമോദ്വാരങ്ങൾ എങ്ങനെ വളരുന്നു, പ്രകാശം പുറത്തുവിടുന്നു എന്നതിനെക്കുറിച്ചുള്ള നമ്മുടെ ധാരണയെ വെല്ലുവിളിക്കുന്നു. ഈ പുതിയ ഫലം കോസ്മിക് അളവുകൾ എടുക്കുന്ന രീതികളെയും അതുപോലെ ഡാർക്ക് മാറ്ററിന്റെയും ഡാർക്ക് എനർജിയുടെയും സ്വഭാവം അന്വേഷിക്കുന്നതിനെയും ബാധിച്ചേക്കാം. ഈ പഠനത്തിനായി ഇറോസിറ്റ എക്സ്റേ ടെലിസ്കോപ്പിൽ നിന്നുള്ള പുതിയ എക്സ്റേ നിരീക്ഷണങ്ങളും XMM ന്യൂട്ടൺ എക്സ്റേ ഒബ്സർവേറ്ററിയിൽ നിന്നുള്ള വിവരങ്ങളും ഉപയോഗിച്ചു. ഈ പുതിയ കണ്ടെത്തൽ ക്വാസാറുകളെ പ്രപഞ്ചത്തിന്റെ അളവുകൾ എടുക്കുന്നതിനുള്ള സ്റ്റാൻഡേർഡ് കാൻഡിൽസായി ഉപയോഗിക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധ ആവശ്യപ്പെടുന്നു. ഈ ഗവേഷണം പ്രപഞ്ചത്തെക്കുറിച്ചുള്ള നമ്മുടെ അറിവുകൾ വികസിപ്പിക്കുന്നതിനുള്ള ഒരു പ്രധാന ചുവടുവയ്പ്പാണ്. കൂടുതൽ വിവരങ്ങൾക്കായി മാസികയിൽ പ്രസിദ്ധീകരിച്ച പഠനം വായിക്കുക.